മനൂസ് വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. വർക്കലയിലെ രണ്ടാമത്തെ വീഡിയോ ആണത്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ളത് യാതൊരു സംശയമില്ല. കുറേ കാലമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പാരാമോട്ടറിങ്, ഈ പാരാഗ്ലൈഡിങ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര തുച്ഛമായിട്ടുള്ള പൈസയിൽ അത് നമ്മുടെ വീടിനടുത്തുള്ള വർക്കല ബീച്ചിൽ തന്നെ പോയി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം 70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്താനുള്ള ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പാരാമോട്ടറിംഗ് ആണ്. ശരിക്കും ഞാൻ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് ഭാഗമായിട്ട് പിന്നെ പാരാഗ്ലൈഡിങ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പാരാമോട്ടറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പോകുന്ന പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ കയറുന്നതായിരിക്കും. വിചാരിച്ച പോലെ അല്ല, നല്ല ഹൈറ്റിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ സൂം ചെയ്തെടുത്തിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇനി നമുക്ക് സ്പോട്ടിനെ കുറിച്ച് പറയാം. സ്പോട്ട് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ വർക്കല ഹെലിപാഡ് പരിസരത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആലിയിറക്കം ബീച്ചുണ്ട്. ഇവിടെയാണ് സാധാരണയായിട്ട് ഈ പാരാഗ്ലൈഡിങ്ങും പാരാമോട്ടറിങ്ങും ഒക്കെ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇവിടെ സമയം എന്നുള്ളത് വൈകിട്ട് 5 മണിയാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയൊക്കെയാണ് ഇവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. പാരാഗ്ലൈഡിങ്ങിനും പാരാമോട്ടറിങ്ങിനും സെയിം എമൗണ്ടാണ് വരുന്നത്. 4500 രൂപയാണ് നോർമലി ഒരു വാങ്ങുന്നത്. ചിലപ്പോൾ സീസണിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ കുറയാൻ സാധ്യത കുറവാണ്, കൂടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഈ 4500 രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾ തൊട്ടടുത്ത ആളായതുകൊണ്ട് പിന്നെ 3000 രൂപയ്ക്കാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അവർ പ്രത്യേകം പറയുന്നുണ്ട്, പുറത്താർത്ത് പറയുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഓൺസൈറ്റ് പറയുന്നത് ഇവിടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫി ടീമുണ്ട്, പ്രൊഫഷണൽ ടീമാണ്. അപ്പോൾ 1000 രൂപ 1500 രൂപ ഇതാണ് അവരുടെ പാക്കേജ്. 1000 രൂപയുടെ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് വീഡിയോ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് യാത്ര തുടങ്ങി തൊട്ട് അവസാനം വരെയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ, പിന്നെ ഒരു 3 നമ്മൾ 360 ഡിഗ്രിയിലുള്ള ഫോട്ടോസ്, പിന്നെ ഒരു റീൽ വിത്ത് മ്യൂസിക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ചെയ്തിരുന്നതാണ്. ഇതാണ് 1000 രൂപയുടെ പാക്കേജ്. നേരത്തെ പറഞ്ഞ മാതിരി അവിടെ നമ്മൾ വീടിനടുത്തുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് സംസാരിച്ചിട്ട് 500 രൂപയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ലാൻഡിങ് നടക്കാൻ പോവുകയാണ്. അവർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറുവാനായിട്ട്. നമ്മൾ ഇത്രയായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സീനിയോറിറ്റി ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിൽ പോകേണ്ടതാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യൻസൊക്കെ ആയതുകൊണ്ടും പിന്നെ നമ്മൾ വീടിനടുത്തായതുകൊണ്ടും അത് നന്നായിട്ട് മുതലെടുത്തുകൊണ്ട് പിന്നെ അങ്ങനെ അവർ പറഞ്ഞു പതുക്കെ പോയി അടുത്തിൽ കയറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അടുത്തോട്ട് കയറായിട്ട് നിൽക്കുന്നത്. നമുക്ക് കയറാം. അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താവുന്നൊരു പിടുത്തമില്ല. കൈ കുഴപ്പമില്ല. All done, Anna? All okay, na? സുഹൃത്തുക്കളെ, എന്ത് പറയണമെന്നറിയില്ല, ഒരു രക്ഷയില്ല. പക്ഷെ ഒരു ഭാഗത്തുനിന്ന് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ ഫീല് ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അതുമാതിരി ഒരു വെറൈറ്റി ഫീലാണ്. മാത്രമല്ല രണ്ടാമത്തെ ദുഃഖം എന്ന് പറയുമ്പോൾ എൻ്റെ കാല് ശരിക്കും 2 ദിവസം മുന്നേ ബൈക്കിൽ സൈലൻസറെ കൊണ്ട് വെന്തിരിക്കുകയാണ്. അത് കാറ്റടിക്കുമ്പോഴുള്ള വേറൊരു വേദനയുണ്ട്. പക്ഷേ ഈ സുഖത്തിനിടയിൽ ആ വേദന അറിയുന്നില്ല എന്നുള്ളൊരു സത്യം. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ യാത്രയുടെ ദൈർഘ്യം എന്നുള്ളത് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ മിനിമം കിട്ടും. വർക്കറുടെ മനോഹാരിത അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യാത്ര മസ്റ്റാണ്. നമ്മളെല്ലാം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഫ്ലൈറ്റിൽ നിന്ന്, അതായത് വിൻഡോ സീറ്റിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയല്ലേ, അത് 360 ഡിഗ്രി വ്യൂ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നോക്കാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. നമുക്ക് സെൽഫി വീഡിയോ എടുക്കുന്നതോളാം, കുഴപ്പമില്ല, നല്ലത്, നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ കയ്യിൽ നിന്ന് അങ്ങനെ ഫോൺ പോയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കടലിൽ അല്ലെങ്കിൽ കാടിനകത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന 360 ഡിഗ്രി വ്യൂ ആണ്. ശരിക്കും മനോഹരമായിട്ട് തന്നെയുണ്ട്. നമ്മൾ ഈ ക്യാമറാമാൻ കൊടുക്കുന്ന പൈസ 100% വെർത്താണ്. ഇതുവരെയ്ക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരും അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും അതിൻ്റെ പൊന്നോ അവിടെ താഴെ ഇവിടെ എന്താ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണ്, യാതൊരു പേടിയൊന്നും ആവശ്യമില്ല. കാര്യം പറയുമ്പം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ 14 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റൂളുണ്ട്. പിന്നെ അത് മാത്രമല്ല 80 kg കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നില്ല. എനിക്ക് 90 kg അടുത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ 14 വയസ്സിൻ്റെ താഴെയുള്ള ഒരു ഇത് കയറിയായിട്ട് കണ്ടായിരുന്നു.
അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിലും അത്ര വലിയ സ്ട്രിക്റ്റ് അല്ല. പിന്നെ പേയ്മെൻറ്റ് GP ആയിട്ടും ക്യാഷ് ആയിട്ട് കാർഡായിട്ടൊക്കെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു ഡേയും ഒരു നൈറ്റും ഒക്കെയാണ് നിങ്ങൾ അടിച്ച് പൊളിക്കാനായിട്ട് പിന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കല തന്നെ വരാം. കഴിഞ്ഞ എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ വർക്കലയുടെ നൈറ്റ് ലൈഫിനെ അപ്പോൾ എന്താണ് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ശരിക്കും അതിൽ വോയിസ് ഓവറൊന്നുമില്ല എങ്കിൽ പോലും ആ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളെപ്പോലെ എന്താണ് ഭയങ്കര കത്തിയൊന്നുമില്ല ഫുഡ് കാര്യമൊക്കെ എല്ലാം. പിന്നെ റീസണബിൾ പ്രൈസ് തന്നെയാണ്. ആക്ച്വലി നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ ഇതിനകത്തുണ്ടായിരുന്ന ക്യാമറ എടുത്ത വിഷ്വൽസാണ്. ഇനിയിപ്പം എൻ്റെ ഫോണിൽ നിൽക്കുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഫ്ലൈ വർക്കല എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി ഡയറക്റ്റായിട്ട് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് പോർട്രേറ്റിലാണോ അല്ല ലാൻഡ്സ്കേപ്പിലാണോ വീഡിയോ വേണം എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മളോട് പറയണം. ഇവരോട് പറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. നല്ല കാറ്റുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുന്നവർ ഇതിന് വേണ്ടിയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡ്രസ്സിങ് അവർ ജസ്റ്റ് നോക്കുക. ഇതിന് അനുയോജ്യപ്രദമായിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇടണം, എന്നാലേ ഒരു കംഫർട്ട് കിട്ടുള്ളൂ, എസ്പെഷ്യലി ഗേൾസ്. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് വീല് കണക്ട് ചെയ്തിട്ടുണ്ട്, പെഡലുണ്ട്. നമ്മൾ സൈക്കിൾ ചെയ്യുന്നത് മാതിരിയുള്ള പെഡലാണ്. ആ പെഡൽ ശരിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ വീലിരിക്കുവാനും ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ജസ്റ്റ് കുറച്ച് ക്രോസ് ആയി കഴിയുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കയറുമ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു തരുന്നതാണ്, എന്നാൽ പോലും നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കണം. കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോവാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും ബൈ.